ശിവാനിയുടെ കയ്യിലുണ്ടായിരുന്ന പ്രാവല്ലേ, ഇതെന്തിനാ ഈ വീട്ടിലേക്ക് വന്നത്? ഇതെങ്ങോട്ടായി പോകുന്നത്? എന്നോടെന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയാണോ? മകൻ ത്രിവിക്രമനല്ല. എന്താ ഇതിന്റെ അർത്ഥം? എന്റെ മകൻ ത്രിവിക്രമൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് എന്റെ മകൻ? ഒരുപാട് മുൻപ് രാമേശ്വരത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നാണ് പലരും പറഞ്ഞു കേൾക്കുന്നത്. രാമേശ്വരത്ത് നടന്ന തുലാഭാരത്തിൽ തട്ടിലിരുന്നിരുന്ന യുവരാജാവ് ആ മഹാരാജാവിന്റെ മകനായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ദൈവമേ, ഞാൻ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ശിവാനിയുടെ മനസ്സ് മാത്രം മാറുന്നില്ല. അവളുടെ പെരുമാറ്റം കാണുമ്പോൾ അവളെ എനിക്ക് ഒരിക്കലും കിട്ടില്ലെന്നാ തോന്നുന്നത്. പക്ഷെ അമൃത, ഞാനും പിന്നെ ശിവാനിയും ഒന്നിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോ അതെങ്ങനെ സാധിക്കും? ഞാനാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലും എല്ലാ തരത്തിലും പ്രയത്നിക്കുന്നുണ്ട്. എന്നിട്ടും എന്റെ പ്രയത്നങ്ങളൊന്നും നടക്കുന്നില്ല. എന്താ ഭഗവാനെ, ഞാൻ ശിവാനി ഒന്നാവുന്നത് നിനക്കിഷ്ടമല്ലേ? ശിവാനി എനിക്ക് കിട്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. എന്നാലും എന്റെ പ്രണയം അത്ര പെട്ടെന്ന് അങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഇത്രയധികം ഞാൻ പ്രണയിച്ചിട്ട് താലികെട്ടന്റെ കൈകൊണ്ട് പൂവിടാൻ നിൽക്കുമോ ഞാൻ? ഒരിക്കലും ഇല്ല. എന്റെയും ശിവാനിയുടെയും മെയ്ഡ് ഫോർ ഈച്ച് അതർ ജോഡിയാണ്. ദൈവമേ, നിനക്കൊരു ചലഞ്ച്. ശിവാനി എനിക്ക് കിട്ടോ ഇല്ലയോ എന്ന് ഒരു ചെറിയ പരീക്ഷ നടത്തി നോക്കാം, അല്ലേ? ഈ ത്രാസിൽ ഞാനിരിക്കും. ശിവാനി എനിക്ക് കിട്ടുമെന്നാണെങ്കിൽ ഈ ത്രാസ് സമമായിട്ട് നിൽക്കും. ഒരു പക്ഷെ ശിവാനി എനിക്ക് കിട്ടില്ല എന്നാണെങ്കിൽ അതങ്ങനെ തന്നെ നിൽക്കും. എനിക്ക് നന്നായിട്ട് അറിയാം ഇതത്ര ചെറിയ പരീക്ഷണമല്ലാന്ന്. കൊച്ചുമുതലാളി ഇരുന്നപ്പോഴും എന്തൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടും അത് മുകളിലേക്ക് ഉയർന്നില്ല. പക്ഷെ ഇപ്പൊ നടക്കാൻ പോകുന്നത് എന്റെ പ്രണയത്തിന്റെ പരീക്ഷണമാണ്. നോക്കാം നമുക്ക്. ആ ശർക്കരയ്ക്കാണ് തൂക്കം കൂടുതൽ, അതോ എന്റെ പ്രണയത്തിനാണ് തൂക്കം കൂടുതലെന്ന്. എന്താ ദൈവമേ, എന്റെ പ്രണയത്തിൽ നിനക്ക് വിശ്വാസമില്ലേ? എന്റേത് സത്യമുള്ള പ്രണയമല്ലേ? ദൈവമേ, എന്റെ പ്രണയത്തെ ഒന്ന് വിജയിപ്പിക്കേ, പ്ലീസ് പ്ലീസ് ദൈവമേ. ദൈവമേ, ഒരേ ഒരു തവണ ഇതൊന്ന് സമമായിട്ട് നിർത്താ. ശർക്കര ഒന്ന് താഴ്ത്തിയിട്ട് എന്നെ പൊക്കിയിട്ട് ഇതൊന്ന് സമമായിട്ട് നിർത്ത്. ദയവ് ചെയ്ത് എന്റെ പ്രണയം സത്യമാണെന്ന് ഒന്ന് തെളിയിക്ക്, പ്ലീസ് ദൈവമേ. ദൈവമേ പ്ലീസ് പ്ലീസ് ദൈവമേ പ്ലീസ്.
രാമേശ്വരത്ത് നടന്ന തുലാഭാരത്തിൽ തട്ടിലിരുന്നിരുന്ന യുവരാജാവ് ആ മഹാരാജാവിന്റെ മകനായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ഹായ് ശിവാനി, ഉറങ്ങിയായിരുന്നോ? ഈ രാത്രി ഫോൺ ചെയ്ത് ചോദിക്കേണ്ട ചോദ്യമാണോ ഇത്? ഈ രാത്രിയോ? എത്ര മണിയായി? ഇപ്പൊ ജസ്റ്റ് 12 മണി ആയതല്ലേ ഉള്ളൂ, അതിനെന്താ? ശിവാനി, നിനക്കറിയോ, നിന്നെ സ്നേഹിച്ചു തുടങ്ങിയ പിന്നെ സമയം പോകുന്നതേ അറിയുന്നില്ല. ഇപ്പൊ നീ എന്തിനാ വിളിച്ചേന്ന് പറ. എനിക്കൊരു സൂചന കിട്ടി ശിവാനി, നീ എന്റേതാണെന്നുള്ള കാര്യത്തിൽ. എന്നുവെച്ചാ? എന്നുവെച്ചാ നിന്റെ ഹാർട്ടിൽ ഞാൻ പെർമനന്റ് ആയിട്ട് ക്വാറന്റൈൻ ആവാനുള്ള സമയമായി എന്നർത്ഥം. തൃശൂൽ, നിനക്ക് ഉറക്കം വന്നെങ്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. വെറുതെ എന്നെ വിളിച്ച് ശല്യം ചെയ്യാൻ നിൽക്കണ്ട. ഉറക്കം വരുന്നില്ല എനിക്ക്, അതെ സത്യമായിട്ടും. എന്റെ ഉറക്കത്തെ മോഷ്ടിച്ചത് നീ. എന്റെ ഉറക്കം മോഷ്ടിച്ചെടുത്തിട്ട് സമാധാനമായിട്ട് നീ ഇരുന്നെങ്ങനെയാ? കള്ളി, നിന്റെ പേരിൽ കേസ് കൊടുക്കാൻ പോന്നെ. നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട് തൃശൂൽ. ഇത് പ്രണയ. തൃശൂൽ, എനിക്കറിയാം ശിവാനി, നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യം. ഇന്ന് രാവിലെ നീ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് വരുമെന്നല്ലേ? ശരിയാ, നമ്മുടെ കല്യാണം കഴിഞ്ഞ് ആദ്യം വരുന്നത് ഈ വീട്ടിലേക്ക് തന്നെയാ. മുതലാളി എടുത്തുന്ന അനുഗ്രഹം വാങ്ങണ്ടേ? ഹലോ, എന്താണാവോ ഒന്നും മിണ്ടാത്ത? ഞാൻ എന്ത് മിണ്ടിയാലും നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ അത് മാറ്റിയെടുക്കുമല്ലോ. വെറും വാക്കൊന്നല്ല ശിവാനി, നിന്റെ മനസ്സും കൂടി മാറ്റുന്നു. എന്നാലും നീ ഇത്രയൊക്കെ ആയിട്ടും എന്നോട് നിന്റെ സ്നേഹം തുറന്നു പറയുന്നില്ല. നിന്റെ മനസ്സ് മാറിയെന്നതിന് ഇതിനേക്കാളും വലിയ തെളിവ് വേറെ എന്തെനിക്ക് വേണ്ടേ? ഞാനോ? ആ, നീ തന്നെ, മിസ് ശിവാനി തന്നെ പറഞ്ഞു. ഞാനെന്ത് പറഞ്ഞു? വെറുതെ കള്ളം പറയല്ലേ തൃശൂൽ. അത് അമ്പലത്തിൽ വെച്ച് പ്രസാദം വാങ്ങുമ്പോ പറഞ്ഞില്ലേ ഐ ലവ് യു എന്ന്? ഞാൻ പറഞ്ഞത് ഐ ലൈക്ക് യു എന്ന. അത് കേൾക്കുന്ന കാതിന് കേൾക്കാത്ത ഹൃദയത്തിന്റെ വാക്കുകള് ഐ ലവ് യു എന്നായിരിക്കും. നോക്ക് തൃശൂൽ, എനിക്ക് നിന്നോട് പ്രേമൊന്നുമില്ല, ആ തരത്തിലുള്ള ഒരു ഇഷ്ടവും ഇല്ല. ഹലോ ഹലോ ശിവാനി, ഹലോ. ഇവനെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇവന് ഞാൻ ആരാണ്, എന്റെ സ്നേഹം എന്താണെന്നൊന്നും അറിയില്ല. തൃശൂൽ, ഞാൻ നാഗലോകത്ത് നിന്നുള്ളവളാ. ഞാനൊരു ഇച്ഛാധാരി നാഗമാണ്. ഞാൻ സ്നേഹിക്കുന്നത് എന്റെ ആദിശേഷന് മാത്രമാണ്. എന്റെ ആദിശേഷൻ ത്രിവിക്രമാണ്. എനിക്ക് അവനുമായി മാത്രമേ ചേരാൻ പറ്റൂ. കൊച്ചി മുതലാളി, കൊച്ചി മുതലാളി, എന്നോട് ഇപ്പോഴും ദേഷ്യം മാറിയിട്ടില്ലെന്ന് എനിക്കറിയാം. ദേഷ്യം അങ്ങനെ അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോവില്ല. എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുണ്ടായിരുന്നില്ല കൊച്ചു മുതലാളി. ഞാൻ തെറ്റ് തന്നെ ചെയ്തത്, കൈപ്പൊക്കാൻ പാടില്ലായിരുന്നു. സുന്ദരി മരിച്ചുപോയത് എന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. നിങ്ങൾ ഒരു തവണ പോലും അങ്ങനെ പെരുമാറിയിട്ടില്ല. പക്ഷെ അന്ന് നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അതിനെപ്പറ്റി ചോദിക്കുന്നില്ല കൊച്ചു മുതലാളി. നടന്നു. ഞാൻ ഈ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വന്നില്ലേ, എനിക്ക് അത് തന്നെ വലിയ കാര്യം. അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം.
കൊച്ചുമുതലാളി, എനിക്ക് ഈ വീട് തന്നെയാണ് ലോകം. 2 ദിവസം ഈ വീട് വിട്ട് നിൽക്കുമ്പോ മനസ്സിന് താങ്ങാനാവുന്നില്ല. ജീവനുണ്ടെങ്കിലും മരിച്ചതുപോലെയാ. കൊച്ചുമുതലാളി, ഞാൻ കാരണം എന്തെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ ദയവേത് എന്നോട് ക്ഷമിക്ക്. സോറി കൊച്ചുമുതലാളി. നീ കാരണം വിഷമമല്ല, എന്റെ ജീവിതം തന്നെ മാറി മറിയാൻ പോവാ. നീ എന്നോട് സോറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് പറയാനുള്ളത് ഗുഡ് ബൈ എന്ന്. കൊച്ചുമുതലാളി, എനിക്ക് എന്റെ സന്തോഷം എന്തുമാത്രം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അല്ലടാ, ഇത് നിന്റെ വീടല്ല. ഇത് ഞാൻ നിനക്ക് ഒരിക്കലും വിട്ടു തരികയില്ല. എന്താ കൊച്ചുമുതലാളി എന്നോടൊന്നും സംസാരിക്കാത്ത? ഇനിയും ദേഷ്യം ഉണ്ടെങ്കിൽ അതെന്നോട് തീർത്തേക്ക്. എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ കൊച്ചുമുതലാളി. ഐ എം സോ സ്ലീപ്പി. നമുക്ക് പിന്നെ കാണാം. കൊച്ചുമുതലാളി, എന്നോട് ഒന്നും മിണ്ടില്ലേ? അതിന് മാത്രം ദേഷ്യവും പിണക്കമാണ് എന്നോട്. നോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാം മറന്നു. സമാധാനമായി. എന്തെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ, എനിക്ക് അത് മതി. കൊച്ചുമുതലാളി, നിങ്ങൾ സമാധാനമായിട്ട് കിടന്നു. ഞാൻ കാല് തിരുമ്മി തരാം. ചെയ്യ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാനും ചെയ്തോളാം. നീ എന്നും ഈ വീട്ടിലൊരു അടിമ മാത്രമായിരിക്കും. നീ ഇവിടെ വെറും ഒരു വേലക്കാരനും ഞാൻ ഇവിടുത്തെ രാജാവുമായിരിക്കും. എന്തൊക്കെയാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നാഗമാണിക്യം നിന്റെ കയ്യിലുണ്ടെങ്കിൽ നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുമെന്നാ ഗുരുക്കൾ പറഞ്ഞത്. എന്നിട്ടും ആ നാഗമാണിക്യം എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ മുതൽ ഒരു ദിവസം പോലും ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത്തവണ എനിക്ക് എന്റെ അനന്തരാവകാശി ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ. തുലാഭാരം നടത്തിയപ്പോ ത്രിവിക്രമൻ ഇരുന്ന് തട്ട് ഉയർന്നതേയില്ല. അതേ സ്ഥാനത്ത് തൃശ്ശൂലിരുന്നപ്പോ തട്ട് പെട്ടെന്ന് ഉയരുകയും ചെയ്തു. രാത്രി ഒരു പ്രാവ് വന്നിട്ട് ഒരു ഡ്രോയിങ് ബോർഡിൽ ത്രിവിക്രമൻ നിന്റെ മകനല്ലാന്ന് എഴുതി കാണിക്കുകയും ചെയ്തു. ആ സ്വാമിജി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ? ത്രിവിക്രമൻ എന്റെ മകനല്ലെങ്കിൽ പിന്നെ എന്റെ മകൻ ആരാണ്? ഗുരുക്കളോട് ചോദിക്കാന്ന് വിചാരിച്ചാൽ അദ്ദേഹം ഇവിടെയില്ല. എവിടെ പോയതാണെന്ന് പോലും എനിക്കറിയില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് മാർഗനിർദ്ദേശം നൽകാൻ നീ മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്ത് എന്റെ അനന്തരാവകാശി ആരാണെന്ന് എനിക്ക് കാണിച്ചു തരണം. നാഗമാണിക്യത്തിന്റെ ശക്തി ഇവിടെ നിന്ന് പോകുന്നത് കണ്ടിട്ട് അതെന്റെ മകനെ തേടിയാണെന്ന് തോന്നുന്നു.
ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. നാഗമാണിക്യത്തിന്റെ ശക്തി ത്രിവിക്രമന്റെ നേരെ നിൽക്കുന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ടും ത്രിവിക്രമൻ തന്നെയാണ് എന്റെ മകൻ. എന്റെ മനസ്സിൽ വന്ന ചോദ്യങ്ങളെല്ലാം തെറ്റാണ്. ആ സ്വാമിജി പറഞ്ഞതും കള്ളമാണ്, ആ പ്രാവ് എഴുതി കാണിച്ചതും കള്ളമാണ്. ത്രിവിക്രമൻ തന്നെയാണ് എന്റെ മകൻ. ഇവനാണ് എന്റെ അനന്തരാവകാശി. ഇതെന്താ നാഗമാണിക്യത്തിന്റെ ശക്തി മുന്നോട്ട് പോകുന്നു? നാഗമാണിക്യത്തിന്റെ ശക്തി തൃശൂലിന്റെ മേലെയാണല്ലോ നിൽക്കുന്നത്. എന്താ ഇതിന്റെ അർത്ഥം? തൃശൂലിന്റെ മകനാണെന്നുള്ള സൂചനയാണോ ഇത്? തൃശൂൽ എന്റെ മകനാണോ? ത്രിവിക്രമൻ എന്റെ മകനല്ലേ? ഇല്ല, ഇതൊരിക്കലും സാധ്യമല്ല. നാഗമാണിക്യമേ, എന്നെ നീ ഇനിയും പരീക്ഷിക്കരുത്. ത്രിവിക്രമനാണ് എന്റെ മകനെന്ന് പറയൂ. തൃശൂൽ എന്റെ മകനല്ല അല്ലേ? മകനല്ലല്ലോ. ഉത്തരം നൽക്, ഉത്തരം നൽക്. ചേട്ടാ, ചേട്ടാ, തൃശൂൽ എന്റെ മോനെ വിട് ചേട്ടാ.